ആരാണ് ദൈവരാജ്യം? സകലത്തിന്റെ ഉടയവനായ, സകലത്തെ നിർമ്മിച്ചവനായ, രാജാതി രാജാവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. രാജാവ് ഇറങ്ങി വന്നു. രാജാവ് ഇറങ്ങി വന്നാൽ രാജ്യം ഇറങ്ങി വരുമോ? രാജാവ് ഇറങ്ങി വന്നാൽ രാജ്യം ഇറങ്ങി വരുമോ? അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നാൽ അമേരിക്ക ഇന്ത്യ വരുമോ? രാജാവ് വന്നാൽ രാജ്യം വരത്തില്ല. അമേരിക്കൻ പ്രസിഡന്റായ റൊണാൾഡ് ട്രംപ് ഇന്ത്യയിലെത്തി 6-7 വർഷം മുമ്പ്. അദ്ദേഹം ഇന്ത്യയിലെത്തിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ഓഫീസ് സിസ്റ്റം ഉണ്ട്. അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുണ്ട്. അദ്ദേഹത്തിന്റെ എയർഫോഴ്സ് 1 എന്ന ഫ്ലൈറ്റ് വന്നിറങ്ങുമ്പോൾ അതേ സെയിം കളറിൽ തന്നെ 3 ഫ്ലൈറ്റ് കൂടെ കാണും. അദ്ദേഹത്തിന്റെ വൈറ്റ് ഹൗസ് ഓഫീസ്, അദ്ദേഹത്തിന്റെ സൈനിക സിസ്റ്റത്തിന്റെ ഒരു ഓഫീസ്, ഇതെല്ലാം ഒരുമിച്ച് കൂടെ പറന്ന് ഇറങ്ങുന്നത്. ഡൽഹിയിൽ എയർപോർട്ടിൽ ഇത് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ സ്വീകരിക്കും. നമ്പർ 1 രാജ്യത്തിന്റെ പ്രസിഡന്റ് എത്തിയിരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, അദ്ദേഹത്തെ നല്ല പോലെ സ്വീകരിച്ച് നല്ല ആതിഥ്യം കൊടുത്ത് അദ്ദേഹത്തെ നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കും. ഒത്തിരി പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യും, ഒത്തിരി ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും, ഒത്തിരി കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടും. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ലോകത്തിലെ നമ്പർ 1 രാജ്യത്തിൻ്റെ പ്രസിഡന്റായ റൊണാൾഡ് ട്രംപിന് ഈ ദേശത്ത് വന്ന് എത്രയോ പേപ്പർ സൈൻ ചെയ്യാം, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അദ്ദേഹത്തിന് തീഹാർ ജയിലിൽ കിടക്കുന്ന ഒരു കുറ്റവാളിയെ കുറ്റവിമുക്തനാക്കാൻ കഴിയുകയില്ല. അദ്ദേഹത്തിന് ഇവിടുത്തെ ഒരു നിയമനിർമ്മാണവും നടത്താൻ കഴിയുകയില്ല. ഇവിടുത്തെ ഒരു മിനിസ്റ്ററെ റൊണാൾഡ് ട്രംപിന് പുറത്താക്കാൻ കഴിയുകയില്ല. എന്താ കാര്യം? അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ഏത് രാജ്യത്ത് ചെന്നാലും അദ്ദേഹത്തെ ബഹുമാനിക്കും. അദ്ദേഹത്തിൻ്റെ രാജ്യം കിങ്ഡം മൂവ് ചെയ്യത്തില്ല. എന്നാൽ എൻ്റെ യേശു കർത്താവ് ആ സ്വർഗോന്നതി വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ രാജാതി രാജാവായ കർത്താവ് മൂവ് ചെയ്യുന്ന സമയം അദ്ദേഹത്തിന്റെ കിങ്ഡം കൂടെ മൂവ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അധികാരം മൂവ് ചെയ്യും, ആധിപത്യം മൂവ് ചെയ്യും, ഭരണ സംവിധാനം മൂവ് ചെയ്യും, സൈന്യം മൂവ് ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ യേശു കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറയാണ്, ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ കണ്ണുകൊണ്ട് കാണാത്ത ഒരു രാജ്യം ഇവിടെ സ്ഥാപിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ അധിപൻ നിങ്ങളുടെ മുന്നിൽ നിൽപ്പുണ്ട്, പക്ഷെ നിങ്ങൾക്കത് അറിയത്തില്ല. പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു, നിനക്കൊരധികാരമില്ല, നീ ഈ പൈശാചിക മണ്ഡലത്തെ കൂട്ടുപിടിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് യേശുവിനെ ബ്ലെയിം ചെയ്തപ്പോൾ യേശു പറയാണ്, ഞാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ ഭൂതത്തെ പുറത്താക്കിയെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കലുണ്ട്. സ്പഷ്ടം. അവരുടെ അടുക്കലുണ്ട്, പക്ഷെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. യേശു നിന്റെ ഹൃദയത്തിൽ ഇറങ്ങിയാൽ, യേശു നിന്റെ വീട്ടിലിറങ്ങിയാൽ, യേശു നിന്റെ സഭയിലിറങ്ങിയാൽ, യേശുവിൻ്റെ റൂളിങ്ങാ, യേശുവിൻ്റെ ആധിപത്യമാ, യേശുവിൻ്റെ ഭരണമാ. ലോകത്തിലെ ഒരു രാജാക്കന്മാരും ഇല്ലാത്ത വലിയ പദവി യേശു നിന്റെ വീട്ടിലിറങ്ങുമ്പോൾ നിന്റെ യേശുവിൻ്റെ ശക്തിയാണ് നിന്റെ ഭവനത്തെ റൂൾ ചെയ്യുന്നത്. യേശു നിന്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ യേശുവിൻ്റെ രാജ്യമാണ് നിന്നിൽ വസിക്കുന്നത്, യേശുവാണ് നിന്നെ റൂൾ ചെയ്യുന്നത്. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത ഇതാണ്, യേശു എവിടെ വസിക്കുന്നു അവിടെ യേശുവിൻ്റെ രാജ്യം വസിക്കും. അവിടെ യേശുവിൻ്റെ രാജ്യത്തിൻ്റെ റൂളിംഗ് ആണ്. സ്തോത്രം. ആ പരീശന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ അടുക്കലുണ്ട്. സ്പഷ്ടം. സ്തോത്രം. അവരുടെ അടുക്കൽ ഉണ്ട്. പക്ഷേ ഈ അടുക്കലുള്ള ദൈവരാജ്യം നിന്റെ അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നീ വീണ്ടും ജനനം പ്രാപിച്ച് ദൈവാത്മാവിനാൽ മുദ്രയിടപ്പെട്ട് കഴിയുമ്പോൾ ആ പുറത്ത് നിൽക്കുന്ന രാജ്യം നിന്റെ അകത്ത് കയറും. സ്തോത്രം.
ഇതേ സെയിം സ്റ്റേറ്റ്മെന്റ് പരീക്ഷന്മാർ വീണ്ടും ചോദിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവരാജ്യം എവിടെയാണ്, അവിടെയാണോ ഇവിടെയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവൻ പറഞ്ഞു, നിങ്ങൾ അവിടെ ഇവിടെയല്ല, ദൈവരാജ്യം നിങ്ങളുടെ അടുത്തുണ്ട്. അവിടെയും പരീക്ഷന്മാരോട് പറയാണ്, ദൈവരാജ്യം നിങ്ങളുടെ അടുത്തുണ്ട്, പക്ഷെ അത് നിങ്ങളുടെ അകത്താകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കണം. സ്തോത്രം. അമേരിക്കൻ പ്രസിഡന്റിന് ഏത് ലോകരാജ്യത്തും പോകാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ രാജ്യം മൂവ് ചെയ്യത്തില്ല. എൻ്റെ യേശുവിൻ്റെ രാജ്യം എവിടെ ഇറങ്ങി വരുന്നോ, യേശു എവിടെ ഇറങ്ങുന്നോ, യേശു എവിടെ വസിക്കുന്നോ, അവിടെ ദൈവരാജ്യത്തിൻ്റെ റൂളിംഗ് ആണ്. ദൈവമക്കളെ, സ്വർഗരാജ്യം നമ്മൾ സ്വപ്നം കണ്ട് ജീവിക്കുകയാണ്. എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് നരകത്തിൽ പോകണ്ട, എനിക്ക് സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നീ ഇന്ന് ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണോ? ദൈവരാജ്യം നിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? യേശു നിന്നെ റൂൾ ചെയ്യുന്നുണ്ടോ? യേശുവിൻ്റെ അധികാരത്തിൻ്റെ അടിയിലാണോ നീ നിൽക്കുന്നത്? യേശുവിൻ്റെ ആധിപത്യത്തിലാണോ നീ? അങ്ങനാണെങ്കിൽ നീ ഇന്ന് ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ്. സ്വർഗരാജ്യം നിനക്ക് ഉറപ്പാണ്. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിൻ്റെ അടുക്ക് വന്നിട്ട്, സ്തോത്രം, ഈ ദൈവരാജ്യത്തിലേക്ക് എൻട്രി ചെയ്യാൻ പല ആൾക്കാർ ചോദിച്ചു. നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പെർമനന്റ് റെസിഡൻസ് PR ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ദേശത്ത് പോയി പാർക്കണം. കാനഡയിലാണെങ്കിൽ നേരത്തെ 3 വർഷമൊക്കെ ഇപ്പോൾ 5 വർഷം പാർക്കണം. UK നിയമം മാറി 5 വർഷം പാർക്കണം. 5 വർഷം പാർത്തതിന് ശേഷം PR ആപ്ലിക്കേഷൻ കൊടുത്താൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ തള്ളിപ്പോന്ന് പറയാൻ പറ്റത്തില്ല. PR ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആ ദേശത്ത് നിന്ന് പാർത്തതിന് ശേഷമാണ്. പെർമനന്റ് റെസിഡൻസ്, അമേരിക്കയിലൊക്കെ ഗ്രീൻ കാർഡ് എന്നൊക്കെ പറയും. അപ്പോൾ പെർമനന്റ് റെസിഡൻസിന് വേണ്ടി ആ ദേശത്ത് പോയി പാർത്താണ് നമ്മളത് മേടിക്കുന്നത്. അപ്പോൾ ഈ യേശു കർത്താവിൻ്റെ അടുക്ക് വന്നിട്ട് നിക്കോദിമോസ് എന്ന് പറയുന്ന മനുഷ്യൻ, നമുക്കറിയാം, ഞാൻ എല്ലാ വാക്കുകളും എടുത്ത് വായിക്കുന്നില്ല. നിക്കോദിമോസ് എന്ന ആ മനുഷ്യൻ വന്നിട്ട് യേശുക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ട്, എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ആരും കാണാതെ, പ്രമാണിയായ മനുഷ്യൻ, ബൈബിൾ സ്കോളറായ മനുഷ്യൻ, സകലത്തിൻ്റെ പഠിച്ച് ഇങ്ങനെ ആ ശാസ്ത്രിമാരിലെ ആ സിസ്റ്റം നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര ജ്ഞാനമാണ്. ഇതെല്ലാം അങ്ങോട്ട് നിറഞ്ഞിട്ട് ആ മനുഷ്യന് മനസ്സിലായി, സാധാരണ ഒരു മനുഷ്യനല്ല യേശു എന്ന് മനസ്സിലായിട്ട് ഗുരുവിൻ്റെ അടുക്കൽ രാത്രിയിൽ ആരും കാണാതെ വന്നിട്ട് ഈ നിക്കോദിമോസ് അടുത്തോട്ട് വന്നപ്പം തന്നെ, എന്ന് പറഞ്ഞാൽ എനിക്ക്